അപ്പോൾ ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാറു എൻ്റെ അമ്മായി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ ഈ ചിക്കൻ്റെ പീസ് ഒരു 4 പീസുണ്ട്. ഇതിനെ ഒന്ന് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി നട്ടലും നടുവും ഒക്കെ നമ്മൾ ചിറകും എല്ലാം കൂടെ കറിയാക്കാനായിട്ട് ഇത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് വഴറ്റി, ജസ്റ്റ് ഒന്ന് വഴറ്റി കിഴങ്ങ് സവോളയൊക്കെ ചേർത്ത് കറിയൊക്കെ എടുക്കാനായിട്ട് ഗ്രേവിയോട് കൂടി എടുക്കാൻ അങ്ങോട്ടും വെച്ചു. പിന്നെ ഇതൊന്ന് ഓവനിനകത്തൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഇതിന് ബാക്കി വേണ്ടത് ഇപ്പോൾ ഇത് ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം തിരുമ്മി വെച്ചേക്കുന്നതാണ്. ഇനി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേക്കണം, ചിക്കൻ മസാല തേക്കണം, കുരുമുളക് പൊടി തേക്കണം. ഇതെല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കി ഒരു 1/4 മണിക്കൂർ വെച്ചേക്കും. 3/4 മണിക്കൂറൊന്നല്ല, നമ്മുടെ ഒരു ജോലിയൊക്കെ തീർന്ന് ഒന്ന് ഫ്രീ ആയി വരുന്ന നേരം വരെ ഇത് വെച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഗ്രില്ല് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി പണിയും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, വെളുത്തുള്ളി ഇഞ്ചി മിക്സിയിലിട്ട് അതൊന്ന് തിരുവണം. പിന്നെ നല്ല കളറുള്ള ചില്ലി, സാധാരണ മുളക് പൊടിയാണ് കേട്ടോ, എരിവും ഉണ്ട് കളറും ഉണ്ട്. അത് ഇതൊന്ന് ആ മുളക് പൊടിയാണ്, ശബരി ചില്ലി പൗഡർ അതാണ്. അതും ചിക്കൻ മസാലയും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം വരുന്ന ചിക്കന് വേണ്ടുന്ന എല്ലാ മസാലകളും ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തു. നാരങ്ങ നീര് കൂടെ പിഴിയണം കേട്ടോ. ഞാൻ നാരങ്ങ എടുത്തുകൊണ്ട് വന്നില്ല, നാരങ്ങ കൊണ്ടുവന്ന് പിഴിയട്ടെ. ഇടയ്ക്ക് ഇവിടെ നിന്ന് ഞാൻ അരിഞ്ഞ് പത്രം കഴിക്കുമ്പോൾ അതൊക്കെ വിസിലാണ്, നീട്ടി പോകും. എപ്പോഴും കണ്ടുപോയിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് നിന്നത് കണ്ടോ. നാരങ്ങ എടുത്തുകൊണ്ട് വന്ന് മുറിച്ച് വെച്ചു കേട്ടോ. അപ്പം ഈ നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കാം നമുക്ക്. ഇതുണ്ടോ, നാരങ്ങ ഒരു നാരങ്ങ, അതായത് 2 മുറി. ഈ നാരങ്ങ നീരും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കുരുമുളകും ഒക്കെ ചേരണം ചിക്കനകത്ത്. എന്നാലാണ് ആ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് മുന്നിലേക്ക് വരുള്ളൂ. പിന്നെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചാണ് ഇതിങ്ങനെ പ്രത്യേകം 4 നല്ല കഷ്ണങ്ങൾ മാറ്റിയെടുത്തതാണ് കേട്ടോ. ഓഫ് ചെയ്യാറായോ? എത്ര കൂടിയത്? 2 പോരാ, 1.5 കൂട്ടെ. ഇതൊന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കട്ടെ കേട്ടോ. ഒരു 1/2 മണിക്കൂർ അങ്ങനെ അങ്ങ് ഇരിക്കും റെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം നാരങ്ങാനീരും പിഴിഞ്ഞ് മസാലകളെല്ലാം തിരുമ്മി വെച്ചു കേട്ടോ. ഇനി നമുക്ക് വേറെ ഇച്ചിരി പണിയുണ്ട്. ആ പണിയൊക്കെ ചെയ്ത് തീരുവോളം ഇത് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. ചിക്കൻ മൂടി വെച്ചു അങ്ങനെ ഇരിക്കട്ടെ. ഇനി അപ്പോൾ നമ്മൾ ചിക്കൻ്റെ കറിക്ക് വേണ്ടിയിട്ട് വരവ് ചപ്പാത്തി കേട്ടോ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതിനൊന്ന് പൊള്ളിച്ചെടുക്കുവാണേ. ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. നമുക്ക് ചപ്പാത്തി പരത്താനും ചൂടാനും ഒന്നും നേരമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കവറിനകത്ത് ചപ്പാത്തി മേടിച്ചുകൊണ്ട് വരും. ഇങ്ങനെ ഉണ്ടാക്കും. ഉണ്ട് ചിക്കൻ കറി തിളയ്ക്കുന്നുണ്ട്. ചിക്കൻ തന്നെയല്ല, ചിക്കനുണ്ട്, കിഴങ്ങും സവാളയും ചിക്കനും കൂടിയാണേ. അപ്പോൾ അതിനായിട്ട് ഇതും കൂടെ, അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഈ പണികളൊക്കെ ചെയ്ത് തീർന്ന് വരുമ്പോഴത്തേനും കഴിച്ചൊക്കെ വരുമ്പോഴത്തേനും അത് നല്ല ഭംഗിയായിട്ടിരിക്കും. മസാലകളൊക്കെ പിടിച്ച് നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതിനിടയ്ക്ക് ഓരോന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ചോറും ഉണ്ട്, ചപ്പാത്തിയുണ്ട്. കറി അവിടെ തന്നെ ഇരുന്ന് തിളച്ച് വെന്തൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഇതങ്ങനെ റെഡിയാക്കി വെക്കട്ടെ. ഇതിനകത്ത് നെയ്യ് ഇങ്ങനെ തൊട്ട് തേച്ചാലും നല്ലതാണ്. വെളിച്ചെണ്ണ ആയിരുന്നു കേട്ടോ. ഇവിടെ നെയ്യ് എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ല. നെയ്ക്ക് എന്താ വില? നെയ്യൊക്കെ മേടിച്ച് ചെയ്ത് നേരം തൊട്ട് തേച്ച് കഴിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ലേ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ തേക്കുന്നത്. അല്പം വെളിച്ചെണ്ണ എണ്ണ വേണ്ട, ഓയിൽ അവോയ്ഡ് ചെയ്യുന്നവർക്ക് നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാതെ ഇതിങ്ങനെ ചുട്ടെടുക്കും കേട്ടോ.
ഇതിപ്പോൾ മോനും പപ്പയ്ക്കും കൊടുക്കാനുള്ളതുകൊണ്ട് അവർക്ക് ഇച്ചിരി എണ്ണയൊക്കെ ഇരിക്കട്ടെ എന്ന് വെച്ചു. എനിക്കായിട്ട് ചുട്ടെടുക്കുമ്പം എണ്ണ ഒട്ടും തൊടാതെ ഞാൻ ഈ ചപ്പാത്തി ഈ കല്ലിൽ തന്നെ ചുട്ടെടുക്കുവേ. പപ്പ എപ്പടി ചോറും ചിക്കൻ കറിയായിട്ട് പോയി കേട്ടോ. ചപ്പാത്തി ഇഷ്ടമില്ല. മോനാണെങ്കിൽ ചപ്പാത്തി എടുത്തുകൊണ്ട് പോയി. അടുത്തയാക്കുള്ളത് വിളമ്പി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്തൊരുമാതിരി പരുവത്തിലൊക്കെ ആയി കേട്ടോ. ഇനി നമുക്കതൊന്ന് ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ പീസ കേട്ടോ ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വയ്ക്കുവാണേ. അപ്പോൾ ഇത് ഫ്രീ ഹീറ്റ് ചെയ്യണം, എന്നിട്ട് വേണം വയ്ക്കാൻ ഇതിനകത്തേക്ക്. അപ്പോൾ ഒന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് 2 വീതം വയ്ക്കാനേ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങൾ ആ പീസ് വെറും 4 ആക്കി എടുത്തു. അതിൻ്റെ ചെറുവും കാലും നട്ടിലും മുതുകും കഴുത്തും എല്ലാം മുറിച്ച് കളഞ്ഞു. അതിൻ്റെ ദശയുള്ള ഭാഗം നോക്കി എടുത്താൽ കേട്ടോ. നമുക്കിതിനകത്തൊന്ന് ഗ്രില്ല് ചെയ്ത് നോക്കാം എങ്ങനെ വരുമെന്ന്. എന്നെക്കൂട്ടിയില്ല, എൻ്റെ കൈയൊക്കെ ഒഴിവാക്കിയായിരുന്നു. അപ്പോൾ ആദ്യം വെച്ച 2 ഒരു 90% വേവായിട്ടുണ്ട് കേട്ടോ. 10% കൂടെ വേവിക്കണം. അപ്പോൾ എന്തായി കാര്യങ്ങളെന്നൊന്നും അറിയാൻ വേണ്ടി നമ്മളതെടുത്ത് പുറത്തേക്ക് വെച്ചതാണേ. അതുകൊണ്ട് ബാക്കി 2 കൂടെ അവിടെ ഇരിക്കുന്നു. അപ്പം ഈ മഴക്കാലമായതുകൊണ്ട് കറണ്ട് വന്നും പോയി നിൽക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിനെ നമ്മളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഇരിക്കുന്നതാണ് ഇനി വെക്കാൻ പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്കിത് വെന്ത് കഴിയുമ്പോൾ 4 കൂടെ ഒരുമിച്ച് വെച്ച് നന്നായിട്ട് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ തിന്നാനായിട്ട് വീണ്ടും ചപ്പാത്തി തന്നെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇത് വൈകിട്ടാണ്. രാവിലെ ഉച്ചയ്ക്ക് ഞങ്ങളതൊക്കെ ശരിയാക്കി വെച്ചു, പകുതി വേവിച്ചൊക്കെ വെച്ചേച്ച് പോയി. ഇപ്പോൾ വന്ന് വീണ്ടും ചപ്പാത്തി ചൂടാക്കി അതോടൊപ്പം ചിക്കനും ശരിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഞങ്ങൾ കുക്കറിനകത്ത് ചക്കക്കുരു മാങ്ങയും കറി വെച്ച് വെച്ചിരിക്കുന്നു. പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്. ഇത് ചിക്കൻ്റെ ചാറൊക്കെ ഉണ്ട് കേട്ടോ. ചാറും കുറച്ച് കറിയൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് വെച്ചേക്കൂടെ. അപ്പം നമ്മുടെ ഇതാണ് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നത്. ആ ചില്ലിനകത്തോടെ കണ്ടോ ഇരുന്ന് കറങ്ങുന്നേ. 2 മിനിറ്റും കൂടി ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വെച്ചതാട്ടോ അത്. അപ്പോൾ ഇതിനെ എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ പറയാം. സമയം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. 2 മിനിറ്റിനാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് എത്ര മിനിറ്റിനാണ് വെച്ചേക്കുന്നത്? ഇത് 3 മിനിറ്റിനാട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞ് 1 മിനിറ്റ് കൂടെ ഉണ്ട്. എന്നത് ഗ്യാസോ? അല്ലെങ്കിൽ ഗ്യാസാണ് ആദ്യം ഓണാക്കണം. വിശ്വസിക്കുക എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി പിന്നെ പാനിനടുപ്പ് വെച്ച് ഇനി അങ്ങനെ ചെയ്യാം. നാളെ രാവിലെ അപ്പം ചൂടാനായിട്ട് തേങ്ങയൊക്കെ അരച്ചിട്ടേക്ക് കേട്ടോ. തേങ്ങ അരച്ചിട്ടതല്ല, അരി പച്ചരി അരച്ചിട്ടിട്ടുണ്ട്. അതിനകത്ത് തേങ്ങയും അരിയും പിന്നെ ഈസ്റ്റ്, പഞ്ചസാര, ചോറ് ഇവയെല്ലാം കൂടെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് അരച്ചു. ഒന്നും കൂടി ഒന്ന് അരയ്ക്കണം. അരച്ചിട്ട് പാത്രത്തിലാക്കി നല്ല തീരെ ചൂട് കിട്ടുന്നിടത്തേക്ക് മാറ്റി വയ്ക്കണം. അല്പം ചൂട് കിട്ടണം, എന്നാലേ ഈ സമയത്ത് പുളിച്ച് പൊങ്ങോളൂ, ഇല്ലെങ്കിൽ അത് മരച്ചിരിക്കും. അപ്പോൾ ഇത് തുറക്കാറായി കേട്ടോ. കണ്ടോ, ഇതാണ് അതിൻ്റെ അകത്തിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഇതാണ്. അപ്പോൾ അപ്പം നമ്മൾ കഴിക്കാനായിട്ട് പോവുക കേട്ടോ. ചോറ് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ചോറ് കഴിക്കാൻ വേറെ കറികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചപ്പാത്തി ചിക്കൻ ഗ്രില്ല് ചെയ്തതും കൂടി എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അതിനൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാനുണ്ട്. ഇതല്ലോ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പാത്രത്തിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അതും ഇതും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഇതൊരു കൊച്ചു വീഡിയോ ആയിട്ട് ഒരു യൂട്യൂബിലേക്ക് എടുത്ത ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ട് ഈ ലോങ് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാ നമ്മുടെ പ്രേക്ഷകരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയ്ക്കായിട്ട് വരാം കേട്ടോ. എന്നാലും കൊച്ചു വീഡിയോസ് ആയിരിക്കും. നാളെ ഞായറാഴ്ചയാണ്. അപ്പം നാളെ ഞായറാഴ്ചത്തേക്കുള്ള ഇത് ഉണ്ടാക്കും. കാപ്പി ഉണ്ടാക്കാനുള്ള അരി അരച്ച് അപ്പത്തിന്
അരച്ച് മാവ് വെച്ചേക്കുവാണ്. ഇനി ഞാനിത് തീ കത്തിക്കുന്ന അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവെക്കും. അല്പം ചൂട് കെട്ടിയിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വരും, സോഫ്റ്റായിട്ട്. കറികളൊക്കെ ഉണ്ട് കേട്ടോ, ചോറിനുള്ള കറികളൊക്കെയാണ് ഈ ഇരിക്കുന്നതൊക്കെ ചോറിന് വേണ്ടിയിട്ട്. അപ്പം നല്ല ചക്കക്കുരു ഉപ്പുമാങ്ങയും ചാറ് വെച്ച് തേങ്ങ അരച്ച് ചാറ് വെച്ച് കടുക് വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ചോറ് ആരും ആവശ്യപ്പെട്ടില്ലെങ്കിലോ കറി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ഇന്ന് ഇവിടെ അനുമോളില്ല കേട്ടോ, മോൻ മാത്രമേ ഉള്ളൂ. മോനും ഉണ്ട്, പപ്പയുണ്ട്, ഞാനും ഉണ്ട്, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അനുമോൾക്ക് ഇന്നൊരു PSCയുടെ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് പുള്ളിക്കാരി സ്വന്തം വീട്ടിലും പോയിട്ട് തിങ്കളാഴ്ച രാവിലെ ജോലി സ്ഥലത്തേക്ക് വരുള്ളൂ. 2 ദിവസം അപ്പം കഴിയും. അപ്പം ഞങ്ങൾ മാത്രം ഇതൊക്കെ ഒന്ന് കഴിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് നാളത്തേനുള്ള സംഗതികളൊക്കെ റെഡിയാക്കി വെക്കട്ടെ. നാളെ ഞായറാഴ്ചയാണ്. നാളെ വീട്ടിലിരുന്ന ഇഷ്ടംപോലെ പണിയുണ്ട്. എല്ലാ ഞായറാഴ്ചയും പറയുന്ന പോലെ തന്നെയാണ് ഈ പ്രാവശ്യം. പിന്നെ ഒരു ചെറിയ ലൈഫൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നു. നടന്നാൽ അതൊക്കെ ചെയ്യും. അത് ഭയങ്കര മഴയൊന്നും ഇല്ലെങ്കിൽ. ഇന്നിപ്പോൾ വാർത്തയിൽ പറയുന്നുണ്ട് നാളെ മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിടും. ആ വെള്ളം തുറന്നിട്ട് നമ്മുടെ ഇടുക്കി ഡാമിലേക്കാണ് വരുന്നത്. പക്ഷേ ഇടുക്കി ഡാം ഇത് പെട്ടെന്നൊന്നും തുറക്കല കേട്ടോ, അതിനുള്ള മഴയൊന്നും ആയിട്ടില്ലേ. അങ്ങനെ തുറന്നു വിടുമ്പോൾ ഞാൻ ലൈവായിട്ട് നിങ്ങളെ എല്ലാവരെയും നമ്മുടെ പ്രേക്ഷകരെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിൻ്റെ താഴേക്കടയാണ് ഒഴുകുന്നത്. നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ പോയാൽ വെള്ളം തുറന്നു വിടുന്ന കാണാനും ഡാം കാണാനും ഒക്കെ പറ്റും. 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്, ഇടുക്കി ഡാമും ചെറുതോണി ഡാമുമായിട്ട്. അപ്പോൾ വൈൻഡപ്പ് പറഞ്ഞ് ഞാൻ വീണ്ടും വിശേഷങ്ങളിലേക്ക് നീണ്ടു പോയി. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. കഴിച്ചതിന് ശേഷം ഓക്കെ.